മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ഇഡിക്കെതിരെ CMRL നൽകിയ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു. സുപ്രീംകോടതിയെ സമീപിക്കാൻ സാവകാശം വേണമെന്നും അതുവരെ ഉത്തരവ് മരവിപ്പിക്കണമെന്നുള്ള CMRLന്റെ ഹർജി കോടതി അനുവദിച്ചതുമില്ല. അതേസമയം CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക നീക്കങ്ങളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താനായി ED ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിൽ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കേസിൽ തുടർ നടപടികളും യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി വന്ന പശ്ചാത്തലത്തിൽ വീണ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ED ഉദ്യോഗസ്ഥർക്കെതിരായി ഉണ്ടായ ആക്രമണത്തിലെ നിയമ നടപടികളും ചർച്ച ചെയ്യും. എന്തായാലും CMRLന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. രാജേഷ്, CMRLന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കിയിരുന്നു? എങ്ങനെയൊക്കെയായിരുന്നു CMRLന്റെ ഉൾപ്പെടെ വാദങ്ങൾ? ഈ കേസിൽ നിയമപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ തിരിച്ചടി മാത്രമല്ല, CMRL ഹൈക്കോടതിയെ സമീപിച്ചത് ഒരു അന്വേഷണം തടയാനാണ് എന്ന് ഹൈക്കോടതിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ഒരു അന്വേഷണ ഏജൻസിക്ക് തോന്നിയാൽ ആ സംശയം മാത്രം മതി അവർക്ക് അന്വേഷണം നടത്താൻ. ഈ അന്വേഷണം നടത്തുന്നത് പോലും തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. സിംഗിൾ ബെഞ്ചിൽ ഹർജി കൊടുത്തു, ഇന്ററിം സ്റ്റേ മേടിച്ചു. പക്ഷെ ഒരു 1.5-2 കൊല്ലത്തോളം ഈ അന്വേഷണം തടയാൻ അവർക്ക് സാധിച്ചു. ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ടാണ് SFIO റിപ്പോർട്ട് വന്ന അതേ സമയത്ത് തന്നെ സിംഗിൾ ബെഞ്ച് ഇഡിക്ക് അന്വേഷണം തുടരാം എന്ന് പറഞ്ഞ് ഉത്തരവ് കൊടുത്തത്. ഇതേ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ സമീപിച്ചത്. ഡിവിഷൻ ബെഞ്ചിലും ഇതേ കാര്യങ്ങൾ, അതായത് ഇടക്കാല ഉത്തരവ് വേണം, അന്വേഷണം തടയണം. ഇതാണ് CMRLന്റെ ആവശ്യം. CMRL മാത്രമല്ല, വീണ അല്ലെങ്കിൽ ആരോപണ വിധേയരായ മറ്റാരെങ്കിലും, മുൻ മുഖ്യമന്ത്രി വരെ ആരോപണ വിധേയരാണ് ഇപ്പോൾ ഇതിനകത്ത്. എങ്കിൽ പോലും ഇവരുടെ എല്ലാവരുടെ ആവശ്യം ഈ അന്വേഷണം മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് കോടതി ചോദിച്ചത്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണത്തെ ഭയപ്പെടുന്നു? അന്വേഷണം നടന്നോട്ടെ. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രഥമ ദൃഷ്ട്യാ ഈ കാര്യത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ആ കാര്യങ്ങൾ പരിഗണിച്ച് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ അന്വേഷണം തുടരട്ടെ എന്ന ഒരു ഉത്തരവ് നൽകിയത്. ഈ ഉത്തരവ് സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി 15 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം പോലും ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. ഇടക്കാല ഉത്തരവ് അതിൽ ഒരു ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുവാണ്. ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ട് ഇടക്കാല ഉത്തരവ് ഉണ്ടായാൽ പിന്നെ ആ കേസ് 1-2 കൊല്ലം കഴിഞ്ഞ് ഒരുപക്ഷെ ഹിയറിംഗ് ലിസ്റ്റിലേക്കൊക്കെ പെടുത്തി വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ കേസ് ഹൈക്കോടതിയിലെ ബെഞ്ചിൽ വരിക. അതുകൊണ്ട് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് ഇത് ഇടക്കാല ഉത്തരവ് വേണ്ട, 5 ദിവസം കൊണ്ട് ഞങ്ങൾ വാദം കേട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ CMRLന്റെ ഹർജി തള്ളിയത്. ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടു ഇതിൽ ഇടപാട് നടന്നിട്ടുണ്ട്, അനധികൃതമായിട്ടുള്ള. ശരി, എന്തായാലും മാസപ്പടി കേസിൽ CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. അന്വേഷണവുമായി ഇഡിക്ക് മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്.